ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ എല്ലാവരുമായിട്ട് നമ്മുടെ വിഹാൻകുട്ടൻ്റെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവെക്കാമെന്ന് കരുതി. ഇന്ന് വിഹാൻകുട്ടൻ്റെ സ്കൂളിൽ ഓണം സെലിബ്രേഷനാണ്. അതുകൊണ്ട് വിഹാൻകുട്ടന് മുണ്ടൊക്കെ ഇട്ട് പോകണം. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ നല്ല സന്തോഷത്തോടുകൂടി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ആളിന് നല്ല ഫ്രഷ് മൂഡിലായിരുന്നു. സാധാരണഗതിയിലാണെങ്കിൽ വിഹാൻകുട്ടൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവനൊരു ചാനലിലേക്ക് ഒരു ട്രാക്കിലെത്തിക്കാൻ കുറച്ച് പാടാണ്. ഒന്നുകിൽ കരച്ചിലും ചെങ്ങലും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ആ ഒരു രീതിയിലേക്ക് എത്തിക്കാൻ കുറച്ച് പാട് തന്നെ. പക്ഷെ ഇന്ന് മുണ്ടൊക്കെ ഇട്ട് പോകേണ്ട സന്തോഷത്തിലാൾ നല്ല ഹാപ്പി ആയിട്ട് രാവിലെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. വലിയേക്കാൻ പറയുമ്പോൾ ആൾക്ക് എപ്പോഴും കുറച്ചൊരു കരച്ചിലും ബഹളമൊക്കെ ഉണ്ടാവാറുണ്ട്. ഇന്നും അതുപോലെ തന്നെ അമ്മ തെപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആള് ബ്രഷും എടുത്തിറങ്ങി, വലിയേക്കാനൊക്കെ ഇറങ്ങി. എന്നാലും കുറച്ച് ആക്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു. അതെടുത്ത് സ്റ്റാച്ചു പോലെ നിൽക്കുക, പിന്നെ കുറച്ച് കളികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പറഞ്ഞു അതിൽ ബാത്റൂമിൽ കയറി പല്ല് തേച്ച് ആള് കുളിച്ച് നല്ല കുട്ടപ്പനായിട്ട് ഇറങ്ങി. അപ്പോൾ പിന്നെ മുണ്ടിടേണ്ട സന്തോഷത്തിൽ ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിരുന്നു. അങ്ങനെ മുണ്ട് ഇടാൻ വേണ്ടി തുടങ്ങി. മുണ്ടും ജുബ്ബിയാണ് കേട്ടോ സെലക്ട് ചെയ്തത്. മുണ്ട് അവൻ എടുത്തുകൊണ്ട് തന്നു. അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ എടുത്തുകൊണ്ട് തന്നു. ആള് നന്നായിട്ട് അതിനൊക്കെ നല്ല സഹകരിച്ചു. ഇന്ന് വളരെ സന്തോഷത്തോടെ അവനത് എന്നോട് പറഞ്ഞു, ഇത് നല്ല ടൈറ്റിൽ ഇട്ട് തരണം എന്ന് പറഞ്ഞു. കുറച്ചധികം ടൈറ്റായി പോയി ഈ വീഡിയോ കാണുമ്പോഴാണ് എനിക്ക് തോന്നുന്നത്. 2 ടോപ്പുകളാണ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത്, ഒരു വൈറ്റും പിങ്കും. അവനോട് എനിക്ക് ഇഷ്ടമുള്ളത് ഏതാന്ന് പറഞ്ഞപ്പോൾ അവൻ വൈറ്റ് ചൂസ് ചെയ്തു. വിചാരിച്ചു വൈറ്റ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഡ്രസ്സിങ് ഒക്കെ ചെയ്യുന്നു. വീഡിയോ എടുക്കുന്നത് കൊണ്ട് അവനൊരു എക്സ്ട്രാ ഒരു ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സ്റ്റാർട്ടിങ്ങിൽ. പൊതുവേ വിഹാനോട് വീഡിയോ എടുക്കുക വാ വിഹാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഹാൻ വരൂല, വേണ്ട എൻ്റെ വീഡിയോ എടുക്കണ്ടെന്ന് പറയും. പക്ഷെ എന്താണെന്നറിയില്ല, 1-2 ദിവസമായിട്ട് വിഹാന് ചെറിയൊരു താല്പര്യമുണ്ട് വീഡിയോക്ക്. അവൻ എന്നോട് പറയും, അമ്മ എന്നെയും കൂടി വീഡിയോ എടുക്കുക. അവനിപ്പം ഭയങ്കര എന്താ വെച്ചാൽ നമ്മൾ യൂട്യൂബ് ചാനലിൽ അവനെ തന്നെ കാണുമ്പം അവന് ഒരു സന്തോഷം, അയ്യോ ഞാനും യൂട്യൂബിലുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം അവനുണ്ട്. അതുകൊണ്ട് തന്നെ അവനിപ്പോൾ കുറച്ച് താല്പര്യമുണ്ട്. വീഡിയോ എടുക്കുമ്പോൾ എടുക്കേണ്ടെന്നൊന്നും പറയുന്നില്ല. ഓക്കെ, അവരവിടെ നിന്ന് എടുക്കട്ടെ, ഞാൻ എൻ്റെ പണിയെടുക്കാന്നുള്ള സെറ്റപ്പിൽ അവൻ റെഡി ആവുകയാണ്. അങ്ങനെ മുണ്ടും ജോബിയും ഒക്കെ ആളിട്ട് നല്ല കുട്ടപ്പനായി ഭയങ്കര സന്തോഷത്തിലുള്ളത്. അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ അവനിങ്ങനെ പലതരം ഡൗട്ടുകളൊക്കെ ആയിട്ട് വന്നു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, പൃഥ്വിരാജ് ജുബി ഇട്ടിട്ടൊക്കെ അല്ലേ പോകുന്നത്, ഇതെല്ലാ മാരേജിനും പൃഥ്വിരാജും ജുബി ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പം പിന്നെ അവനും ഓക്കെ പൃഥ്വിരാജ് ഇടുന്നല്ലേ, അപ്പോൾ ഓക്കെയാണ്. അങ്ങനെ മുണ്ടൊക്കെ ഇട്ട് കഴിഞ്ഞ് അവൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങി. അവൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങളും ഡ്രസ്സൊക്കെ മാറി കേട്ടോ. ഞങ്ങൾക്കും ഒന്ന് പുറത്തൊക്കെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വിഹാൻകുട്ടൻ സ്കൂളിൽ പോകാൻ മുടിയൊക്കെ ചെയ്ത് സുന്ദരക്കുട്ടപ്പനാവാണ്. വിഹാൻകുട്ടൻ എന്താ വെച്ചാൽ മുടിയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. എന്തെങ്കിലും പൊങ്ങതാവൊക്കെ ചെയ്താൽ കണ്ണാടി നിൽക്കത് കണ്ടുപിടിച്ച് പിന്നെ ഒരു 5 മിനിറ്റ് അതിനെക്കൊണ്ടാവും. അപ്പോൾ എന്തോ ഇതിൽ ഞാൻ എണ്ണയൊക്കെ തേച്ച് അധികം തേച്ച് പൊങ്ങാത്ത രീതിയിൽ വാരി കൊടുക്കുകയാണ് ചെയ്യാറ്. അങ്ങനെ വിഹാൻകുട്ടൻ സന്തോഷമായിട്ട് ഇറങ്ങി വരികയാണ്. അവൻ തന്നെ അച്ഛനോട് ഇങ്ങനെ വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അവൻ്റെ ഫുൾ വീഡിയോ എടുക്കാന്നുള്ള രീതിയിൽ കാണിച്ചും കൊടുക്കുന്നുണ്ട്. ബായ് പറഞ്ഞു, കട്ട് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടാണ് നടക്കുന്നത്. അങ്ങനെ ബാഗൊക്കെ എടുത്ത് സ്കൂളിലേക്ക് ഇറങ്ങി. ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റേ ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് അവനെ വിളിക്കണം, ഇന്ന് അവൻ വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങളെ വിളിക്കാവാന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ സ്കൂളിലേക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്തു. പിന്നെ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ ഞാനും വിഹാൻ്റെ അച്ഛനും ഞങ്ങൾ 3 പേരുമാണ് പോകാറ്. എപ്പോഴും രാവിലെ ഞങ്ങൾ 2 പേരുമാണ് വിഹാനെ കൊണ്ടുവിടാറ്. തിരിച്ച് കൂട്ടി വരുമ്പോൾ ഞാൻ ഒറ്റക്കുണ്ടാവാം. പിന്നെ ഒരു കാര്യം, വിഹാന് സ്കൂളിൽ പോകുമ്പോൾ അവൻ ഒറ്റക്ക് ഫ്രണ്ട് സീറ്റിൽ നിന്നിട്ട് പോകാനാണ് കേട്ടോ ഇഷ്ടം.
അവനവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാൻ ഇഷ്ടം. പിന്നെ അത് ഷോർട്ട് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ഞങ്ങൾ ഓക്കെ അവിടെ ഇരുന്നു എന്ന് പറയും. പൊതുവെ അവനും അവൻ്റെ ഏച്ചിയും പിറകിലിരുന്നിട്ടാണ് യാത്ര ചെയ്യാറ്. സ്കൂള് വളരെ അടുത്താണ്, പെട്ടെന്ന് തന്നെ എത്തുന്ന ദൂരത്തിലുള്ളത്. അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തി. അവിടെ എത്താനാകുമ്പോഴേക്കും വിഹാനൊരാഗ്രഹമൊക്കെ ഉണ്ടാവും, ഒന്ന് ഡ്രൈവ് ചെയ്യണം എന്നൊക്കെ. ചിലപ്പോൾ ഞാൻ ഇതുപോലെ സ്റ്റെയറിംഗ് ഒക്കെ തിരിക്കാനൊക്കെ ശ്രമിക്കും. അങ്ങനെ ഞാൻ സ്കൂളിലേക്ക് എത്തി. വിഹാൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് വിഹാൻ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് നോക്കുന്നത്. പിന്നെ വിഹാൻ ഞങ്ങളോട് ബായും ഒക്കെ പറഞ്ഞു. സ്കൂളിലേക്ക് നല്ല സ്മാർട്ട് ബോയ് ആയിട്ട് പോവാം. അവൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട്, അവളിവിടെ എത്തുന്നുണ്ടോ എന്ന് തിരിഞ്ഞ് നോക്കിക്കൊണ്ട് നടക്കുകയാണ് കേട്ടോ. വിഹാൻ സ്കൂളിൽ കയറുന്ന സമയത്ത് തന്നെ അവരോട് പെർമിഷൻ എടുത്തിട്ട് ഞാനും ഒന്ന് അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ എല്ലാവരെയും ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചു, ഒന്ന് വീഡിയോ ഒക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പം മാമൊക്കെ ഓക്കെ പറഞ്ഞു. അപ്പോൾ അവരെന്നെ ഭയങ്കരമായിട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ പറഞ്ഞു മുകളിലത്തെ നിലയിലാണ് പൂക്കളൊക്കെ ഒരുക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞു. ശരിക്കും അവർ നോർത്ത് ഇന്ത്യൻ ടീച്ചേഴ്സാണ്. പക്ഷേ ഓണത്തിനെ കുറിച്ചൊക്കെ യൂട്യൂബിലും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ട് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവർ നന്നായിട്ട് തന്നെ ഓണം സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിഹാനെ സ്കൂളിലേക്ക് വിട്ടിട്ട് ഞാനും ഹസ്ബൻഡും കൂടി ഒരു ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തി. ഓണത്തിന് വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ വിഹാനെയും കൂട്ടാൻ കരുതി. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ വിഹാനെ കൂട്ടാൻ വന്നു സ്കൂളിൽ. വിഹാൻ്റെ ഫ്രണ്ട് സൈരയും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചാട്ടോ പോകാറ് വീട്ടിലോട്ട്. വിഹാനിൽ നിന്ന് സ്കൂളിൽ നിന്ന് എന്തൊക്കെയോ മാസ്കുകളൊക്കെ കിട്ടി. മഹാബലിൻ്റെയും ടൈഗറിൻ്റെയും ഒക്കെ മാസ്ക് അവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ അവർ നന്നായിട്ട് ഞങ്ങൾ ഞെട്ടിപ്പോയിട്ടോ. അവരുണ്ടാക്കിയ സാധനങ്ങൾ കണ്ടിട്ട് വിർച്വൽ സദ്യ, പൂക്കൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായി വിഹാൻ. അതൊക്കെ അച്ഛനെ കാണിച്ചു വന്നിട്ട് ഒരു നന്നായിട്ട് വിഹാനെ അതൊക്കെ മനസ്സിലാക്കി. ഓണം സെലിബ്രേഷൻ ഇവിടെയുള്ള കുട്ടികൾക്ക് ഇതൊക്കെ മനസ്സിലാക്കിക്കുക പറഞ്ഞാൽ കുറച്ച് പാടാണ്. ഒക്കെ മനസ്സിലായി, ഓണം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അവനൊക്കെ അച്ഛനൊക്കെ കാണിച്ച് ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് പൂക്കളും സദ്യയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതിലോട്ട് സ്കൂളിലെ കുറച്ച് സെലിബ്രേഷൻസ് ഇവിടെ ആഡ് ചെയ്തു. അവർ തിത്തിത്താര, ഇപ്പോഴത്തെ കൊറിയൻ റീമിക്സ് പാട്ടില്ലേ തിത്തിത്താര വെച്ചിട്ടുള്ള, അതൊക്കെ വെച്ച് പിള്ളേരെ ഡാൻസ് കളിപ്പിച്ചു. ഞങ്ങളെ ഓണത്തിൻ്റെ പാട്ട് അവർ വെച്ച് കുട്ടികളെ കേൾപ്പിച്ചു. അതിൻ്റെ വീഡിയോസ് കാണിച്ചു കൊടുത്തു. ഇതുപോലെ കളികളൊക്കെ ഉണ്ടാക്കി കുട്ടികളെ കൊണ്ട് പൂടിച്ചു. നന്നായിട്ട് അവർ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്കൂളിൽ. നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബായ്.